മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് വിചിന്തനത്തിനായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. സുവിശേഷത്തിൽ യേശു ശിഷ്യന്മാരോട് ഇപ്രകാരം ചോദിക്കുന്നു: വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിന്റെ അടിയിലോ വയ്ക്കാനാണോ, പീഠത്തിന്മേൽ വയ്ക്കാനല്ലേ? നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ആരും വിളക്ക് കൊളുത്തി പറയുടെ കീഴിലോ കട്ടിലിന്റെ അടിഭാഗത്തോ വയ്ക്കാറില്ല. മറിച്ച് അതെല്ലാവർക്കും പ്രകാശം ലഭിക്കത്തക്ക രീതിയിൽ പീഠത്തിന്മേലാണ് വെക്കാറുള്ളത്. പീഠത്തിന്മേൽ ഉയർന്നു നിൽക്കേണ്ട വിളക്ക് എന്നത് ഓരോരുത്തരും ആയിരിക്കേണ്ട ഇടത്തെ സൂചിപ്പിക്കുന്നു. ഇടം എന്ന വാക്കിന് ഇവിടെ വളരെ പ്രസക്തിയുണ്ട്. ഒരുവൻ തന്റെ ജീവിതാവസ്ഥയിൽ അവനായിരിക്കേണ്ട ഇടം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ് നാം ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കേണ്ടത്. ക്രിസ്തു സഞ്ചരിച്ച ഇടങ്ങളും ക്രിസ്തുവിന്റെ ബന്ധങ്ങളും ജീവിതശൈലികളുമെല്ലാം ക്രിസ്തുവിനെ പീഠത്തിന്മേൽ ഉയർന്നു നിൽക്കുന്ന ദീപം പോലെയാക്കി മാറ്റി. ഇടം കൊടുക്കുകയെന്നാൽ ചേർത്ത് പിടിക്കുകയെന്നല്ലേ? അപരന്റെ ഒറ്റപ്പെടലിൽ, സങ്കടങ്ങളിൽ, വേദനയിൽ നിനക്കും എനിക്കും ക്രിസ്തുവിനെ പോലെ പീഠത്തിന്മേൽ ഉയർത്തപ്പെട്ട വിളക്കാകാൻ സാധിക്കുന്നുണ്ടോ എന്ന് വിചിന്തനം ചെയ്യാം. ജീവിതത്തിലെ എല്ലാ ഇരുട്ടറകൾക്കപ്പുറവും ക്രിസ്തുവെന്ന പ്രകാശഗോപുരം ഉയർന്നു നിൽക്കുകയാണെങ്കിൽ നാം എല്ലായ്പ്പോഴും ക്രിസ്തു സാന്നിധ്യത്തിലാണ്. ക്രിസ്തുവിന്റെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കാനില്ല. അവന്റെ തിരുമുമ്പിൽ തെളിയിക്കപ്പെട്ട വിളക്കുപോലെ ദൈവസാന്നിധ്യ അവബോധത്തിൽ ഓരോ നിമിഷവും ജീവിക്കാനുള്ള അനുഗ്രഹത്തിനായി ഈ വചന വിചിന്തനം വഴി ഈശോയോട് നമുക്കും പ്രാർത്ഥിക്കാം.